അതായത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ചേരുന്ന ഡ്രസ്സ് അത് നമുക്ക് ഇടാം. ചേരാത്ത ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഒരേ അപാകതയായിരിക്കും. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും? ട്രോളും എയറിലാക്കും ഒക്കെ ചെയ്യും അല്ലേ? ഇപ്പൊ ഈ ഐശ്വര്യ ലക്ഷ്മിയുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. അതായത് അവളിട്ട ഡ്രസ്സ് എന്ന് പറയുന്നത് ഹൈലി ബോളിവുഡ് ഡ്രസ്സ് അല്ലെങ്കിൽ ഹോളിവുഡ് ഡ്രസ്സാണ്. ഓസ്കാർ അവാർഡിനൊക്കെ പോകുന്ന സമയത്ത് മറ്റേ നമ്മുടെ ഹോളിവുഡ് നടിമാര് ഇടുന്ന ഡ്രസ്സാണ് അവള് മറ്റേ ഐശ്വര്യ ലക്ഷ്മി അതിലിട്ടത്. അതായത് നമ്മൾ കുളിക്കാൻ പോണ സമയത്ത് അടിപ്പാവിടെ കിട്ടില്ലേ, അത് ആ സാധനം മോഡേൺ ഡ്രസ്സാണ്, സമ്മതിക്കണു. പക്ഷെ ഐശ്വര്യ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അവളുടെ ഫേസ് എന്ന് പറയുന്നതും ആ സ്ട്രക്ചർ എന്ന് പറയുന്നതും ഒരു നാടൻ ഫേസും നാടൻ സ്ട്രക്ചറുമാണ്. അതാണ് അവിടെ പ്രശ്നം. അപ്പൊ അവരെന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത് 2 പീസ് ആണെങ്കിലും ഒരു ബോറും ഉണ്ടാവില്ല. ഇപ്പൊ ചില ഓസ്കാർ അവാർഡിനൊക്കെ പോണ ഹോളിവുഡ് നടിമാര് ഒരു ഒറ്റ നാടൻ മാത്രമേ ഇവിടെ കെട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് വളരെ ബോറായിട്ട് ഒരിക്കലും തോന്നില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ബോഡി സ്ട്രക്ചർ അങ്ങനെയാണ്. അവർ അതിനായിട്ടുള്ള വർക്കൗട്ടും വയറൊക്കെ കുറച്ച് അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഇവിടെയുള്ള നാടൻ ടീമുകള് നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, അറ്റൻഷൻ നിന്ന് സ്റ്റാൻഡീസ് നിൽക്കുന്ന പോലെയുള്ള സ്ട്രക്ചറും വെച്ചിട്ട് ഈ ഹോളിവുഡ് നടിമാരിടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? വളരെ ചിരിക്കാൻ ഒരു ഇതായില്ലേ? അത് തന്നെയാണ് ഇപ്പോൾ ഐശ്വര്യ ലക്ഷ്മിക്ക് ഉണ്ടായത്. ലാസ്റ്റ് അവിടുന്ന് ഇറങ്ങി ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കൂടെയുള്ള ആ ടെക്സ്റ്റൈലിലെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവിടുത്തെ മാനേജർ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവർക്ക് നാണക്കേട് ഇതിന്റെ കൂടെ നിൽക്കാൻ. ആ ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ നമ്മള് പണ്ട് മറ്റേ എന്താ പറയാ മറയ്ക്കാൻ വേണ്ടിയിട്ട് സമരം നടത്തിയില്ലേ? ഇപ്പോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സമരം ചെയ്യണോ ഈ നടിമാര് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോ കൺക്ലൂഷനിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് ചേരുന്ന ഡ്രസ്സ് അത് നമുക്ക് എന്ത് ചെയ്യാം? 2 പീസ് ആണെങ്കിലും ഇടുന്നതുകൊണ്ട് ഒരു യാതൊരുവിധ കുഴപ്പമില്ല. പക്ഷെ ചേരണം. ചേരാത്ത ഡ്രസ്സ് അത് ആരിട്ടാലും വളരെ പരമ ബോറായിരിക്കും അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി, തിങ്ക് ചെയ്യുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.